ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച? എന്താണ് WCC മുഖ്യമന്ത്രിയെ കണ്ടറിയിക്കാൻ പോകുന്നത്? വേണു, അല്പസമയം മുൻപാണ് ഈ WCC അംഗങ്ങളായിട്ടുള്ള 5 പേർ മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് കയറിപ്പോയത്. അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട അവരുടെ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. DD ദാമോദർ, രേവതി, ബീന പോൾ, റിമ കല്ലിങ്ങൽ, ഇങ്ങനെ ഇതടക്കമുള്ള 5 പേരാണ് അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് പോയത്. തുടർ നടപടികൾ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെട്ടേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല, ഈ സിനിമാ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ WCCയുടെ അഭിപ്രായം അത് മുഖ്യമന്ത്രിയെ അറിയിക്കും. കോൺക്ലേവ് ഉൾപ്പെടെ നടത്തുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ WCCയുടെ നിലപാട് സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുക കൂടിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഷഫീദ്, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പുതിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം സർക്കാരിനോട് ഈ WCC ഉന്നയിക്കുമോ? ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് തന്നെ രൂക്ഷമായ വിമർശനം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകൾ, അത് പ്രത്യേകിച്ച് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സിനിമാ നയം, സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട WCCക്ക് അത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അടക്കം കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇവരുടെ WCC നിലപാടുകൾ അത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സർക്കാരിനെ നേരിട്ട് അറിയിക്കുക, ശേഷം തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ഇവരുടെ നിലപാട് അത് മുഖ്യമന്ത്രിയെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.